എടത്വ തലവടി പ്രദേശങ്ങളിൽ നീർനായകളുടെ ശല്യമേറുന്നു. നിരവധി പേർക്ക് നീർനായയുടെ കടിയേറ്റിട്ടുണ്ട്. നദിയിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥിക്ക് നീർനായയുടെ കടിയേറ്റു. നീർനായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുഴയിലെ നീർനായകളുടെ ആക്രമണ സ്വഭാവം ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റം മൂലമാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. എടത്വ തലവടി പ്രദേശങ്ങളിൽ നീർനായകളുടെ ശല്യമേറുന്നു. നിരവധി പേർക്ക് നീർനായയുടെ കടിയേറ്റിട്ടുണ്ട്. നദിയിൽ കുളിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിക്ക് നീർനായയുടെ കടിയേറ്റു. തലവടി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ കൊത്തപ്പള്ളി പ്രമോദ് രേഷ്മ ദമ്പതികളുടെ മകൻ വിനായകനാണ് നീർനായയുടെ കടിയേറ്റത്. തലവടി മരങ്ങാട്ടുമടം കടവിൽ മാതാവിനും സഹോദരൻ വിഘ്നേശ്വരനുമൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് വിനായകന് നീർനായയുടെ കടിയേറ്റത്. കാലിലും ഭാഗത്തുമാണ് നീർനായ കടിച്ചത്. വിനായകനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിനായകന്റെ മാതാപിതാക്കളായ പ്രമോദിനും രേഷ്മയ്ക്കും നീർനായയുടെ കടിയേറ്റിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിരവധി ആളുകൾക്ക് ഈ ഭാഗത്ത് നീർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. നീർനായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നദികളിലും മറ്റും നീർനായകളുടെ ആക്രമണ സ്വഭാവം വർദ്ധിക്കുന്നത് ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റം മൂലമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. സാധാരണ നീർനായകൾ ആക്രമണകാരികളല്ല. ചൂട് കൂടുന്നതും മത്സ്യസമ്പത്ത് കുറയുന്നതുമാണ് ഇവരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. പൊതുവെ ഇവർ മനുഷ്യരെ ആക്രമിക്കാറില്ലെങ്കിലും പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങളുമായി കഴിയുന്ന നേരത്ത് കൂടുതൽ അക്രമ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട്. കേരളത്തിലെ പല പ്രദേശങ്ങളിലും നദികളിലും പുഴകളിലും ഇറങ്ങിയ മനുഷ്യരെ നീർനായകൾ മാന്തിയതായും കടിച്ചതായുമുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പുഴകളിൽ മാലിന്യം കൂടിയതും നീരൊഴുക്ക് കുറഞ്ഞതും പുഴക്കരകളിലെ പൊന്തകളും മറ്റും കൃഷി ആവശ്യത്തിനും മറ്റും വെട്ടിമാറ്റിയതും കണ്ടൽക്കാടുകളുടെ ദൗർലഭ്യവും നീർനായയുടെ ആക്രമ സ്വഭാവം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. CDNet ന്യൂസ്, കായംകുളം.